ഒരു പെണ്ണ് പഴയ കാറുകൾ വിൽക്കുന്ന സ്ഥലത്ത് പോയി ഒരു പാട്ട വണ്ടി വാങ്ങുന്നു. എന്നാൽ അവൾ ആ വണ്ടിയിൽ കയറിയതും വണ്ടിക്ക് ജീവനുള്ളതുപോലെ അതിന്റെ ഡാഷിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. അത് അവൾ കാര്യമാക്കാതെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തതും കാർ അതിന് തോന്നിയതുപോലെ പോവുകയായിരുന്നു. വണ്ടി അതിന്റെ ഇഷ്ടത്തിന് ഒരു വർക്ക്ഷോപ്പിലേക്ക് അവളെയും കൊണ്ടുപോയി. അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ചങ്ങായി ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. അവര് രണ്ടുപേരും കൂടെ അതിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കാനായി കാറിൽ കയറി പോകുന്നു. പാട്ടവണ്ടി ചാടി ചാടിയാണ് പോകുന്നത്. അത് കണ്ട് അയാൾ പറഞ്ഞു അടുത്തൊരു റേസിംഗ് ഷോ ഉണ്ടെന്നും അവിടെ പോയ വണ്ടിയിൽ മിസ്സിംഗ് ആയ പാർട്സ് കിട്ടുമെന്നും. അവൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വണ്ടി അതിന്റെ ഇഷ്ടത്തിന് റേസിംഗ് ഷോയിലേക്ക് പോയി. ആ സമയം അവിടേക്ക് വേൾഡ് റേസിംഗ് ചാമ്പ്യനായ ഒരാൾ ഒരു ഭയങ്കരமான വണ്ടിയുമായി വരികയായിരുന്നു. അയാളുടെ അടുത്തേക്ക് എല്ലാവരും ഓട്ടോഗ്രാഫ് വാങ്ങാനായി വന്നോണ്ടിരുന്നു. ആ സമയം അവൾ ആ വണ്ടി ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് തിരിഞ്ഞുപോയി. പക്ഷെ വണ്ടി ഹോൺ അടിച്ച് എല്ലാവരുടെയും ചെവി ഫ്യൂസ് ആക്കി. അന്നേരം അവൾ വന്ന് വയർ ഊരിയിട്ട് ഒട്ടക്കാർ വാങ്ങേണ്ടിയിരുന്നില്ലെന്ന് പറഞ്ഞു. ആ സമയം വണ്ടിയിൽ നിന്ന് ഓയിൽ അവളുടെ ദേഹത്തായി. അതേസമയം വണ്ടിയുടെ ഡിക്കിയിൽ നിന്ന് അവന്റെ റേസിംഗ് കോസ്റ്റ്യൂമും ഹെൽമെറ്റും ഇരിക്കുന്നത് കണ്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. കറയായതുകൊണ്ട് അതുമായിട്ട് അവിടെ നിന്നതും ഡോറ് നേരെ അടഞ്ഞ് അവൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വീണു. അത് ഓട്ടോമാറ്റിക് ആയി സ്റ്റാർട്ടായി ചാമ്പ്യന്റെ വണ്ടിയിൽ സ്ക്രാച്ച് ഉണ്ടാക്കി പോയി. എല്ലാവരും അത് കാണുന്നുണ്ടായിരുന്നു. ആ സമയം അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ഓട്ടോമാറ്റിക് ആയി ഗ്ലാസ് മുകളിലേക്ക് പൊന്തി. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് കാര്യമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ റേസിംഗ് ആരംഭിച്ചു. അവന്റെ വണ്ടിയിലെ ടെക്നോളജി ഉപയോഗിച്ച് വണ്ടി കത്തിച്ചു വിട്ടു. എന്നാൽ അവളുടെ വണ്ടിയിൽ ഒരു പിണ്ണാക്കും ഇല്ല. അവൾ വിട്ടുകൊടുക്കാതെ അയാളോടൊപ്പം ഒത്തുപിടിച്ച് റേസ് നടക്കുന്നതിനിടയിൽ അയാൾ പാട്ട വണ്ടിയുടെ നേരെ വണ്ടി ഇടിച്ചു. അതോടെ അമ്പരം കറങ്ങുന്നത് പോലെ വണ്ടി പോയി. ഇനി ജയിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് റിവേഴ്സ് എടുത്ത് അവൾ അയാളോടൊപ്പം എത്തി. അങ്ങനെ തല കുത്തി മറിഞ്ഞ് പാട്ട വണ്ടി റേസിൽ ജയിച്ചു. അതോടെ ചാമ്പ്യന് പ്രാന്തായി എല്ലാവരോടും ചൂടായി.